പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക നാളുകളിൽ എന്നെയും നിന്നെയും വളരെ സ്പെഷ്യലായി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ വലിയ ഒരു ദൈവരാജ്യ ശുശ്രൂഷ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള നമ്മളെയാണ് കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് ചേർത്തിരുത്തിയിരിക്കുന്നത്. എന്തിനെന്നറിയോ? വലിയ ദൈവ അനുഭവം സ്വന്തമാക്കുവാൻ. ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ അടുത്ത് കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് വിളിച്ചേ. എന്നിട്ട് നമ്മുടെ നിയോഗം എന്താണോ അത് ഈ ശുശ്രൂഷ സമയത്ത് സമർപ്പിക്കാം. കരങ്ങൾ കൂപ്പിക്കേ, കണ്ണടച്ചേ. മറ്റൊന്നിനെയും കുറിച്ചും ഭാരപ്പെടേണ്ട. ഒരല്പസമയം ദൈവസന്നിധിയിൽ നന്നായി നിന്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നീ ആരു തന്നെയാണെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും വിശ്വസിക്കുക, ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയിലും ഈ വലിയ അഭിഷേകം സംഭവിക്കപ്പെടും. ആ നിയോഗം കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഒരുപക്ഷെ നീ രോഗിയായിരിക്കും, മാനസിക ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാവും, സാമ്പത്തിക പരാധീനതയിലായിരിക്കും. ഏത് വിഷയമായിക്കൊള്ളട്ടെ, കർത്താവെ ഇതാ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ ആയിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ, എൻ്റെ ജീവിത സാഹചര്യത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ എന്ന് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാവ് തുറന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ആത്മീയ പകർച്ച, വലിയൊരു അഭിഷേകം ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് സംഭവിക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ചേർന്ന് പാടി ദൈവസന്നിധിയിൽ വലിയൊരു അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടട്ടെ. ആരാധന, ആരാധന. കർത്താവേ മഹത്വം, കർത്താവേ മഹത്വം. കൈയടിച്ചു പാടിയാലോ? നന്നായിട്ട് കൈയടിച്ചേ. സന്തോഷത്തോടെ പോരാ, നല്ല സന്തോഷത്തോടെ. അഭിഷേകത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വെളിപ്പെടുന്ന സമയം ആഗ്രഹിക്കണം. ചേർന്ന് കരങ്ങളടിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരു അഭിഷേകം സ്വീകരിച്ച്, ആമേൻ. ചേർന്ന് ആത്മാവിൽ ആരാധന, ആമേൻ. തീയാൽ അഭിഷേകമേ. പഠിക്കേ. ആത്മാവിൽ ആരാധന, തീയാൽ അഭിഷേകമേ. തീയാൽ അഭിഷേകമേ. ആമേൻ, ആമേൻ. അഗ്നിയാൽ അഭിഷേകം ചെയ്തിടുക, നിന്റെ ദാസന്മാർ ജ്വലിച്ചിടട്ടെ. അഗ്നിയാൽ അഭിഷേകം ചെയ്തിടുക, നിന്റെ ദാസന്മാർ ജ്വലിച്ചിടട്ടെ. രാജ്യങ്ങൾ വിറക്കട്ടെ, യേശുവിൻ നാമത്തിൽ ദാസന്മാർ പുറപ്പെടട്ടെ. രാജ്യങ്ങൾ വിറക്കട്ടെ, രാജ്യങ്ങൾ വിറക്കട്ടെ, യേശുവിൻ നാമത്തിൽ ദാസന്മാർ പുറപ്പെടട്ടെ. ആമേൻ, ആമേൻ. ആത്മാവിൽ ആരാധന, തീയാൽ അഭിഷേകം. കരങ്ങൾ ഉയർത്തുന്ന കൈയടിച്ചേ. ആത്മാവിൽ ആരാധന, തീയാൽ അഭിഷേകമേ. ചേർന്ന്, ചേർന്ന്. ആത്മാവിൽ ആരാധന, തീയാൽ അഭിഷേകമേ. ചേർന്ന്, ചേർന്ന്. ആത്മാവിൽ ആരാധന, തീയാൽ അഭിഷേകം. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അഭിഷേകത്തിന്റെ കാറ്റടിക്കണമേ. തീ കത്തുന്ന അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. ഇന്ന് നീ അനുഭവിക്കുന്ന സകല തിന്മയുടെ നാരക ശക്തികളും ദൈവത്തിന്റെ ആത്മാവ് ഒരു തീ കത്തുന്ന അഭിഷേകത്താൽ, കൊടുങ്കാറ്റടിക്കുന്ന അഭിഷേകത്താൽ എടുത്തു മാറ്റുന്നു. ഒരു വലിയ അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടുന്ന സമയം. ആരാധന, 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 ആരാധന. വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ദൈവസന്നിധിയിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഓ ദൈവത്തിന്റെ ആത്മാവേ, എന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ്
നമ്മുടെ ഓരോ ജീവിത അനുഭവത്തിലും അതിശക്തമായി പ്രവർത്തിക്കുന്ന ദിനങ്ങളാണ് ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക ദിനങ്ങൾ. സന്തോഷത്തോടുകൂടെ ആ കൈകളൊക്കെ കൂപ്പിക്കൊണ്ട് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതും ഒക്കെ നിൽക്കുന്നവരൊന്ന് വിളിച്ച്, എന്നിട്ട് അവർക്ക് സന്തോഷത്തോടുകൂടെ ഈ ഒരുക്ക നാളുകളുടെ ഒരു അഭിഷേകം കൊടുത്തുകൊണ്ടെന്ന് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇരിക്കുമ്പോൾ സാധിക്കുന്നവരെല്ലാവരും വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ എടുക്കണം, നോട്ട് ബുക്ക് എടുക്കണം. ചില വചനങ്ങളൊക്കെ ഉണ്ട്, അത് എഴുതിയെടുത്ത് പഠിക്കണം. കാരണം വളരെ പ്രത്യേകിച്ച് ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക നാളുകളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കേണ്ട വളരെ ശക്തമായ ഒരു ദൈവിക ദൂത് നമുക്ക് സമ്മാനിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലൂടെയാണ്. നമുക്ക് ആ ബൈബിൾ തുറന്ന വചനഭാഗം വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം, ചാപ്റ്റർ 3, 3-ാം അധ്യായം 4 മുതൽ 6 വരെ. ചാപ്റ്റർ 3 വേഴ്സ് 4, 5, 6. നമുക്ക് ആ വചനം ഒരുമിച്ചൊന്ന് വായിക്കാം. നല്ല ദൈവീകമായ കൃപ നമ്മുടെയൊക്കെ മേൽ സംഭവിക്കപ്പെടുന്ന വചനമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ വായിക്കണം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുപരുത്തവ മൃദുവാക്കപ്പെടും. സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. ആമേൻ, ആമേൻ. എന്താണ് വചനം അവസാനിപ്പിച്ചത്? സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. കുറച്ചു പേരെന്നാണോ? അല്ല, സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ. സകല മനുഷ്യരും, എവ്രി വൺ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ സമയത്ത് ഈ ഒരുക്ക നാളുകളിൽ കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്നാണെന്നറിയോ? നിന്റെ മേൽ കർത്താവിൻ്റെ രക്ഷയുണ്ട്. നീ ആരാണെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ എന്തോ തന്നെയാണെങ്കിലും കർത്താവിൻ്റെ രക്ഷ അത് നിന്റെ മേലുണ്ട്. അതാണ് ക്രിസ്മസിലേക്ക് ഒരുങ്ങുമ്പോൾ ഇതാ നിന്നെ ദൈവവചനം ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവിൻ്റെ രക്ഷ അത് നിന്റെ മേലുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പല വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ, അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത്. നിന്റെ ജീവിതത്തിൽ അസ്വസ്ഥമായിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, എൻ്റെ മകനെ, മകളെ, എടാ നീ വിശ്വസിക്കണം. എന്തെന്നറിയോ? ഇതാ നിന്റെ മേൽ ദൈവത്തിൻ്റെ രക്ഷ സമാഗതമാകുന്ന, സ്വീകരിക്കപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാണ് ദാ ഈ ദിവസങ്ങൾ. വിശ്വസിക്കുന്നവര് വലതുകരം ഉയർത്തി പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവരാ വലതുകരമൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ. അതായത് രക്ഷ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന അഭിഷേകത്തിൻ്റെ ദിനങ്ങൾ. അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ വരുന്ന അടുത്തൊരു ചോദ്യം എന്നാണെന്നറിയോ? രക്ഷ എങ്ങനെയാണ് ഞാൻ അനുഭവിക്കുന്നത്? അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക നാളുകളിൽ നമ്മൾ വ്യക്തിപരമായി ചിന്തിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് ഈ ക്രിസ്മസ് അനുഭവിക്കുവാൻ ഒരുങ്ങുന്നത്? എന്തെങ്കിലും ഒരുക്കമുണ്ടോ? ക്രിസ്മസിന് നക്ഷത്രം തൂക്കുന്നു, പലതരത്തിലുള്ള നോമ്പ് ശുശ്രൂഷകൾ നമ്മൾ ഏറ്റെടുക്കുന്നു, അല്ലേ? ക്രിസ്മസ് ഗ്രീറ്റിങ്ങുകൾ നമ്മൾ തയ്യാറാക്കുന്നു. ക്രിസ്മസ് കേക്കുകൾ, അല്ലേ? ഇടവകൾ തോറും, കുടുംബ കൂട്ടായ്മകൾ തോറും പലതരത്തിൽ നമ്മൾ വിതരണം ചെയ്യുന്നു. വല്ലാതെ അങ്ങ് തിരക്കിലാണ് നമ്മൾ. ചോദ്യം, ആത്മീയമായി നിനക്കെന്തെങ്കിലും ഒരുക്കമുണ്ടോ? എന്താണ് ഈ രക്ഷ അനുഭവിക്കുവാൻ ഞാൻ ചെയ്യേണ്ടത്? എല്ലാ വർഷവും ക്രിസ്മസ് ഉണ്ട്, ഈ വർഷവും ക്രിസ്മസ് ഉണ്ട്. അത് പോരെന്ന്. നിന്റെ ജീവിതത്തിൽ ഈ ക്രിസ്മസ്, യേശുവിൻ്റെ ജനനം വ്യക്തമായ ചില മാറ്റങ്ങൾ ഉളവാക്കണമെന്ന് ഇന്നത്തെ തിരുവചനം ഇതാ ആവശ്യപ്പെടുകയാണ്. നമുക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഏതാ? കേക്ക്, നക്ഷത്രം, അലങ്കാരം, അല്ലേ? അത് നമുക്ക് ഇഷ്ടമുള്ളതാണ്. പക്ഷേ നമ്മുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര വലിയ സന്തോഷമുള്ള കാര്യമല്ല.
പക്ഷേ നിനക്ക് രക്ഷ വേണോ, സമാധാനം വേണോ, വേണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ? ചില കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. നമുക്ക് ഒരു വചനഭാഗം വായിക്കാം. 3-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 10-ാം തിരുവചനം, 10, 11, 12. ഇതാ നമ്മുടെ സ്നാപക യോഹന്നാൻ, നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയില്ലേ, രക്ഷ എല്ലാവരും അനുഭവിക്കും, അതെങ്ങനെയെന്ന് സ്നാപക യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതെനിക്കും നിനക്കുമുള്ള ഒരു പാഠമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. 10-ാം തിരുവചനം, ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് ചോദ്യം. ജനക്കൂട്ടം ചോദിക്കുകയാണ് സ്നാപക യോഹന്നാനോട്, നീ രക്ഷയെക്കുറിച്ച് പറഞ്ഞു, നല്ല കാര്യം, ഇതെങ്ങനെ ഞങ്ങൾക്ക് കിട്ടും? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ തന്നെ അവൻ പറഞ്ഞു, 11-ാം തിരുവചനം, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. എന്ന് പറഞ്ഞാൽ ദൈവജനത്തോട് ഇതാ സ്നാപക യോഹന്നാൻ പഠിപ്പിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ രക്ഷ അനുഭവിക്കണമെങ്കിൽ ചില വേദനാജനകമായ കാര്യങ്ങളിലൂടെ നീ കടന്നു പോകണം. എന്താ പറഞ്ഞത്? 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ തന്നെ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കാൻ, നമ്മളെ തന്നെ ഒരു ബലിയായി മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കാൻ നമുക്കൊരു മനസ്സുണ്ടാവണം. 2 ഉടുപ്പുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷർട്ട് കൊടുക്കുക എന്നുള്ളതല്ല, അതിനേക്കാൾ അപ്പുറം നിന്റെ ഉള്ളിൽ, നിന്റെ മനോഭാവ രീതികളിൽ ഒരു മാറ്റം അനിവാര്യമാണ്. നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്നാ. മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ നമുക്ക് വലിയ മടിയാന്ന് അല്ലേ? നമുക്കെല്ലാം വേണം. വല്ലാണ്ട് ഒരു ആർത്തിയുടെ സംസ്കാരം അല്ലേ, ഒരു കൺസ്യൂമറിസം ഒക്കെ നമ്മളെ അങ്ങോട്ട് ബാധിച്ചിട്ടുണ്ടേ. ശ്രദ്ധിച്ചേ, ഇതാ വചനം പറയാണ്, നിനക്ക് മറ്റുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധ വേണം. രക്ഷ വേണോ? രക്ഷ വേണമെങ്കിൽ ആദ്യം എടുക്കേണ്ട നിലപാടെന്താ? മറ്റുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധ വേണം. അടുത്ത് ആരെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അവരോടൊന്ന് പറഞ്ഞേ, മറ്റുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധ വേണം. നമുക്കില്ലാത്ത കാര്യം അത് തന്നെയാണ്. നമുക്കെപ്പോഴും നമ്മുടെ കാര്യം മാത്രം അല്ലേ? എൻ്റെ കാര്യം, എൻ്റെ ജോലി, എൻ്റെ വയറ് നിറയണം, എനിക്ക് ഉറക്കം കിട്ടണം, എനിക്കെൻ്റെ കാര്യം. ഇതാ സ്നാപക യോഹന്നാൻ പറയുന്നു, നീ ക്രിസ്മസിന് ഒരുങ്ങുമല്ലേ? എങ്ങനെ ഒരുങ്ങണ്ടേ? നിന്റെ മനോഭാവത്തിൽ മാറ്റം വേണം. മറ്റുള്ളവരെ കുറിച്ച് നിനക്കൊരു ശ്രദ്ധയുണ്ടാവണം. നമുക്ക് അടുത്ത വചനം വായിക്കാം. 12-ാം തിരുവചനം, ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരോ, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പിഴിയരുതെന്നർത്ഥം, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ശ്രദ്ധ വേണമെന്ന് പറഞ്ഞ സ്നാപക യോഹന്നാൻ തൊട്ടടുത്ത വചനത്തിൽ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, മറ്റുള്ളവരെ നീ വേദനിപ്പിക്കരുത്. ചുങ്കക്കാരോട് പറയുക, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, മറ്റുള്ളവരെ പിഴിയരുത്, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. അപ്പം ചുങ്കക്കാരുടെ ചോദ്യം എന്താ? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത വചനം ഒന്ന് വായിച്ചേ, തൊട്ടടുത്ത വചനം, 14-ാം തിരുവചനം, പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. പട്ടാളക്കാരുടെ ചോദ്യം, ചുങ്കക്കാരുടെ ചോദ്യം, ജനക്കൂട്ടത്തിൻ്റെ ചോദ്യം എന്താ? ഞങ്ങൾ എന്തു ചെയ്യണം? എന്ത് ലഭിക്കാൻ? രക്ഷ ലഭിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ചോദ്യം, ഈ ക്രിസ്മസ് അനുഭവവേദ്യമാകുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഉള്ളിൽ ചില മാറ്റങ്ങൾ വേണം. എൻ്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവങ്ങളിൽ ഞാൻ ചില കാര്യങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. പുറമേയുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യം. ഈ വചനം നമ്മളോട് പറയാണ്, എൻ്റെ സ്വഭാവത്തിൽ, കേൾക്കുന്ന ഓരോരുത്തരുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വഭാവത്തിൽ മാറ്റം വേണമെന്ന് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, സ്വഭാവത്തിൽ മാറ്റം വേണം. നമുക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. കാരണം എന്താ?
നമ്മുടെ സ്വഭാവം കൊള്ളാം, മറ്റുള്ളവരുടേതൊന്നും കൊള്ളത്തില്ല, അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ ഒരു ചിന്ത, അല്ലേ? ഈ കഴിഞ്ഞ ദിവസം ഒരപ്പനും അമ്മയും മകനെ കൂട്ടിക്കൊണ്ട് വരിക. ഈ അപ്പനെ കണ്ടാലുണ്ടല്ലോ, ചാവറ പിതാവില്ലേ, ചാവറ പിതാവ്, ചാവറയച്ചൻ, അതുപോലത്തെയാണ് ഈ അപ്പൻ്റെ മുഖം. അപ്പം ഞാൻ കണ്ട ഉടനെ തന്നെ പറഞ്ഞു, കൊള്ളാലോ, നല്ല ചാവറ പിതാവിൻ്റെ പോലെയുള്ള മുഖഭാവം, സന്തോഷമാണല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛാ അത്ര വലിയ സന്തോഷമൊന്നും ഇല്ല, കാരണം ഈ മകൻ കാരണം ഒരു രക്ഷയില്ല അച്ഛാ, ഇവൻ ഒരു രക്ഷയില്ല, ഇവൻ പ്രശ്നക്കാരനാണ്. മകനെ മുമ്പിൽ നിർത്തി ഈ കോടതിയിലൊക്കെ ഈ പ്രതിനെ നിർത്തിയിട്ട് ഇങ്ങനെ ആക്രമിക്കുന്ന പോലെ ഇവൻ അവിടെ നിർത്തിയിട്ട് നമ്മുടെ ചാവറ പിതാവിനെ പോലെ നിൽക്കുന്ന അപ്പനും അമ്മയൊക്കെ കൂടെ ഇരുന്നുകൊണ്ട് ശക്തമായി ആക്രമിക്കുകയാണ്. ഇവരുടെ ഈ മകനെക്കുറിച്ചുള്ള പരാതികൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിത് കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളൊന്ന് ശാന്തമായിട്ടിരിക്കുക, ഞാൻ ഇവനോടൊന്ന് സംസാരിക്കട്ടെ. ഈ മകനെ വിളിച്ച് ഞാൻ സംസാരിച്ച് വന്നപ്പോഴാണ് ഇവൻ ഹൃദയം നുറുങ്ങി അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇവനല്ല സത്യത്തിൽ പ്രശ്നം, എൻ്റെ മുമ്പിൽ ചാവറാപ്പിതാവിനെ പോലെ നിന്നില്ലേ അപ്പൻ്റെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ അയാളത് മറച്ചു വെച്ച് എല്ലാ പ്രശ്നവും മകനാണെന്ന് വരുത്തി തീർക്കുവാണ്. സത്യത്തിൽ ഈ അപ്പൻ്റെ ഉള്ളിൽ കുറേ സ്വഭാവ ദൂഷ്യങ്ങൾ കിടക്കുന്നു. അയാളുടെ ചില തെറ്റായ ബന്ധങ്ങൾ ഈ മകൻ കണ്ടുപിടിച്ചു മൊബൈൽ ഫോണിൽ. അന്ന് മുതൽ മകനെ ഈ അപ്പൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പേടിച്ചിട്ട് ഈ ചെറുക്കൻ ആരോടും പറയുന്നില്ല. കുടുംബത്തിൽ വലിയ അസ്വസ്ഥത. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവത്തിൽ മാറണമെന്ന് വീട്ടിലൊക്കെ ഒന്ന് ചിന്തിച്ചേ. എൻ്റെ പറയുന്ന നിങ്ങളുടെ സ്വഭാവ രീതികളിൽ മാറ്റം വരുത്തണ്ടേ? മറ്റുള്ളവരെ നന്നാക്കാനല്ല ഓടേണ്ടത്. ഇതാ ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക കാലഘട്ടത്തിൽ ജനക്കൂട്ടം ചോദിച്ച ചോദ്യം, ചുങ്കക്കാർ ചോദിച്ച ചോദ്യം, പട്ടാളക്കാർ ചോദിച്ച ചോദ്യം, ഞങ്ങൾ എന്തു ചെയ്യണം? നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വേണം. രക്ഷ എല്ലാവരും അനുഭവിക്കണ്ടേ? ഞാനും നിങ്ങളും രക്ഷ അനുഭവിക്കണ്ടേ? സ്വഭാവത്തിൽ ഒരു വിശുദ്ധീകരണം വേണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർന്ന് പരിശുദ്ധ ആരാധനയിലൊക്കെ പ്രാർത്ഥിക്കാൻ പോവാ. എന്തിനെന്നറിയോ? നമ്മുടെ സ്വഭാവ രീതികളിൽ ചില മാറ്റങ്ങൾ വേണം. പരിശുദ്ധാത്മാവ് ഇടപെടും, ഉറപ്പാ. സാധിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് മുട്ടുകുത്തി ദൈവസന്നിധിയിൽ കരങ്ങളൊക്കെ കൂപ്പി പരിശുദ്ധ ആരാധനയുടെ ഗീതമൊക്കെ പാടി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്തിനെന്നറിയോ? ദൈവമേ, എൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വേണം. രക്ഷ ഈ ക്രിസ്മസ് ഞാൻ അനുഗ്രഹപരമായി സ്വീകരിക്കണം. ആ വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി നമുക്ക് ഒരുമിച്ച് പാടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയെന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവജനമേ, ക്രിസ്മസിൻ്റെ ഈ ഒരുക്ക കാലഘട്ടത്തിൽ ഇതാ ഈ പരിശുദ്ധ ആരാധന എൻ്റെയും നിൻ്റെയും മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർത്തുകയാണ്. ഈ ക്രിസ്മസ് അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾ എന്തു ചെയ്യണം? ജനക്കൂട്ടത്തോട് സ്നാപക യോഹന്നാൻ പറഞ്ഞ കാര്യം, ചുങ്കക്കാരോട് സ്നാപക യോഹന്നാൻ പറഞ്ഞ കാര്യം, പട്ടാളക്കാരോട് പറഞ്ഞ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ചില മേഖലകളിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. ആഘോഷം പലതരത്തിൽ നമുക്കുണ്ട്, പക്ഷേ സ്വഭാവത്തിൽ നമുക്ക് മാറ്റമുണ്ടോ? ഇതാ ഈ ആരാധന എന്നോടും നിന്നോടും പറയുന്നു, സ്വഭാവ രീതികളിൽ വ്യത്യാസം വരുത്തണം. കരങ്ങൾ കൂപ്പി
ഈ പരിശുദ്ധാരാധനയൊന്ന് നോക്കി പ്രാർത്ഥിച്ചേ, ഒന്ന് ചിന്തിച്ചേ. നിന്റെ ജീവിത വഴികളിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിനക്ക് സന്തോഷമുണ്ടോ? ഏതെങ്കിലും ഭാരത്തിന് നീ അടിമയാണോ? ഇതാ ഈ ക്രിസ്മസ് നിന്റെ ജീവിത കാലഘട്ടത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ സ്നാപക യോഹന്നാൻ നിന്റെ മുമ്പിൽ ഒരു വഴി തുറക്കുകയാണ്. ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ട സമയമായി. എന്താണ് എൻ്റെ സ്വഭാവത്തിൽ ഞാൻ മാറ്റം വരുത്തേണ്ട മേഖലകൾ? ഈ പരിശുദ്ധ ആരാധനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അൽത്താര നിന്നോട് ചില കാര്യങ്ങൾ ഇതാ സംസാരിക്കുന്നുണ്ട്. കണ്ണുകളടച്ച് 2 കരങ്ങളും നെഞ്ചോട് ചേർത്തൊന്ന് ചിന്തിച്ചേ. എൻ്റെ സ്വഭാവത്തിൽ ഞാൻ ഏത് മാറ്റമാണ് വരുത്തേണ്ടത്? ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിലുണ്ടാവുന്ന, എൻ്റെ ജോലിസ്ഥലത്തുണ്ടാവുന്ന, എൻ്റെ ബന്ധങ്ങളിലുണ്ടാവുന്ന എല്ലാ തകർച്ചയ്ക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണോ ഞാൻ ജീവിക്കുന്നത്? അതോ എൻ്റെ ഏതെങ്കിലും കുറവുകൾ ഉണ്ടോ? ഇതാ ഈശോ നിന്നോട് പറയുകയാണ്, സഹോദര സഹോദരി, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ട നിന്റെ സ്വഭാവ രീതികൾ, ചില കാര്യങ്ങൾ നിനക്ക് മാറ്റം വരുത്തണം. എന്താണ്, എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ. ചിന്തിച്ച് നോക്കിക്കേ. ക്ഷമിക്കാൻ പറ്റാത്ത ചില മേഖലകളിൽ ഉള്ളിലുണ്ടോ? ചില അനുഭവങ്ങൾ ഉള്ളിൽ കടന്നിട്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, വലിയ ഭാരം. ഇതാ ഈ പരിശുദ്ധ അൽത്താര നിന്നോട് പറയുന്നു, രക്ഷ അനുഭവിക്കണമെങ്കിൽ ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാവണം. 2 കരങ്ങളും പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിക്കൂ. നിന്റെ ജീവിതത്തിൽ ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്ത അനുഭവങ്ങളെ സമർപ്പിച്ച്, യേശുവേ, ഈ ആരാധനയുടെ മധ്യത്തിൽ എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ വേണം, മനസ്സിലാക്കാനുള്ള കൃപ വേണം, അംഗീകരിക്കാനുള്ള കൃപ വേണം. കർത്താവേ, ഈ വലിയ കൃപ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ. ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ നിന്റെ ശരിയായ ഒരുക്കം, ക്ഷമിച്ചുകൊണ്ടുള്ള ഒരുക്കം, മറക്കാനും പൊറുക്കാനുമുള്ള വലിയ കൃപ. 2 കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ യേശുവേ, ഓ യേശുവേ, എനിക്ക് കൃപ വേണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കൃപ. വൈരാഗ്യം, വെറുപ്പ്, അസ്വസ്ഥത, മറ്റുള്ളവരെ കുറിച്ചുള്ള മുൻവിധി, ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ, കോടതി കേസുകൾ, കുടുംബ കോടതി കേസുകൾ, ഏതെങ്കിലും നിന്റെ ജീവിതത്തിൽ ആരെങ്കിലും ഭാരപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലയിൽ ഒരു വിടുതൽ സംഭവിക്കപ്പെടാൻ കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ മേഖലകൾ ഒരു വിടുതൽ ഉണ്ടാവട്ടെ. ക്ഷമിക്കാനും പൊറുക്കാനും കർത്താവിൻ്റെ കൃപ സംഭവിക്കപ്പെടട്ടെ. ഓരോ വ്യക്തിയുടെ മനസ്സിലേക്ക് പരിശുദ്ധ അൽത്താര എന്നുള്ള ശക്തി ഒഴുകട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കൃപയേകണമേ, ആമേൻ. കൃപയേകണമേ, കൃപയേകണമേ, കൃപയേകണമേ നാഥാ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. ചില ദുശീലങ്ങൾ കടിമയാണോ നീ? ചില ജഡിക പാപങ്ങൾ കടിമയാണോ? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിൻ്റെ അടിമയാണോ? വേണ്ട എന്ന് പലവട്ടം തീരുമാനിച്ചിട്ടും ആ ചെയ്യരുതെന്ന് പറഞ്ഞ ചിന്തിച്ച കാര്യങ്ങളാണോ നീ വീണ്ടും ചെയ്യുന്നത്? ഇതാ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുക. ദൈവമേ, എൻ്റെ സ്വഭാവത്തിലൊരു വിശുദ്ധീകരണം വേണം. എൻ്റെ തന്നെ ചിന്തകളെ നിയന്ത്രിക്കാൻ എനിക്ക് കൃപ വേണം. തെറ്റായ ഏതെങ്കിലും സ്നേഹബന്ധങ്ങൾ കടിമയാണോ? കർത്താവെ, ആ മേഖലകൾ സമർപ്പിക്കുന്നു. ലോകം വെച്ചു നീട്ടുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കടിമയാണോ? മടി, അലസത, ഉത്തരവാദിത്തമില്ലായ്മ, കുടുംബത്തിൽ ഒരു കാര്യവും ശ്രദ്ധിക്കുകയില്ല, എപ്പോഴും എൻ്റെ കാര്യം മാത്രം ചിന്തിക്കുന്നു, സ്വാർത്ഥപരമായ കാര്യങ്ങൾ കടിമയാണോ? ഇതാ നിന്നോട് വചനം പഠിപ്പിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം. സമാധാനം, രക്ഷ അനുഭവിക്കണമെങ്കിൽ മാറ്റം വേണം. ദൈവമേ, ഇപ്രകാരമുള്ള എൻ്റെ സ്വഭാവ ശൈലികളെ ഈ അൾത്താരയിൽ ഞാൻ സമർപ്പിക്കുന്നു. 2 കരങ്ങൾ നീട്ടിപ്പിടിച്ചോ. ആ മേഖലകൾ സമർപ്പിക്ക്. ജഡിക പാപബന്ധനങ്ങൾ, ശരീരത്തിൻ്റെ സുഖം അന്വേഷിച്ച് പോകുന്ന സ്വഭാവ ശൈലികൾ, നിന്റെ കണ്ണിൻ്റെ ദുരുപയോഗം, വ്യക്തിബന്ധങ്ങളിലെ പാപമേഖല, നിന്റെ ശരീരത്തിൽ നിനക്കുള്ള അടിമത്വം, മടി, അലസത, ഉത്തരവാദിത്തമില്ലായ്മ, സകലത് സമർപ്പിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ.
പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ശക്തമായിട്ട് ഇടപെടട്ടെ. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. ഓ കർത്താവേ, ആ മേഖലകൾ വലിയ ഒരു കൃപ നിറയട്ടെ, വലിയൊരു കൃപ നിറയട്ടെ. ആരാധന, ആരാധന. കർത്താവേ സ്തുതിക്കുന്നു. കൃപ വേണം, കൃപ വേണമപ്പാ യേശുവേ, കൃപ വേണമപ്പാ കൃപ വേണം. കൃപ വേണമപ്പാ എന്നും ചേർന്ന് പാടിക്ക്, എനിക്ക് കൃപ വേണം. കൃപ വേണമപ്പാ ആമേൻ. കൃപ വേണമപ്പാ കൃപ വേണമപ്പാ എന്നും. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഏത് മേഖലയിലാണ് ഇന്ന് നീ തകർച്ചയും സങ്കടവും അനുഭവിക്കുന്നത്, ആ മേഖലയിൽ കർത്താവ് ഒരു രക്ഷാ സമാധാനം നിനക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഈ ക്രിസ്മസ് കാലഘട്ടം അഭിഷേകത്തിൻ്റെ കാലഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനുള്ള കാലഘട്ടം. സ്നാപക യോഹന്നാൻ നിന്നോടാണ് ഈ ശുശ്രൂഷ സമയത്ത് പഠിപ്പിക്കുന്നത്. നിൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വേണം. പരിശുദ്ധാത്മാവ് പറയുന്ന ഓരോ കാര്യങ്ങളെ ശ്രദ്ധയോടെ കേൾക്കണേ. പരിശുദ്ധാത്മാവ് ഈ നാളുകൾ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. വിശ്വസിക്കണം. ഈ ആശീർവാദം എൻ്റെ സ്വഭാവത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ, രക്ഷയുടെ, സമാധാനത്തിൻ്റെ ആശീർവാദമാണ്. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. കൃപയേകണമേ, കൃപയേകണമേ, കൃപയേകണമേ നാഥാ. കൃപയേകണമേ, കൃപയേകണമേ, കൃപയേകണമേ നാഥാ. കൃപയേകണമേ, കൃപയേകണമേ, കൃപയേകണമേ നാഥാ. കൃപയേകണമേ, കൃപയേകണമേ, കൃപയേകണമേ